ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ആർട്ടിസ്റ്റ് 300 വൻ ദുരന്തമാണോ? ആയിരിക്കില്ലേ? ഓക്കെ. അപ്പം ആർട്ടിക്സിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ്. പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, വെഹിക്കിൾ വൈസ് ഒരു വിഷയമില്ല. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റ് അല്ലെങ്കിൽ പ്രീമിയം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നൊരു വെഹിക്കിളാണ്. സോ എല്ലാം കൊണ്ടും ഓവറോൾ ഒരു കിടിലൻ ടൂറിംഗ് ബൈക്കാണ് നമ്മുടെ RTX 300 എന്ന് പറയുന്നത്. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, പാർട്സിൻ്റെ അവൈലബിലിറ്റി. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വേഗത്തിൽ എനിക്ക് ആദ്യത്തെ പാർട്സ് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ച 2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ആദ്യത്തെ ഗഡു പാർട്സ് എനിക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ TVS നിന്ന്. പിന്നെ രണ്ടാമത്തെ പാർട്സ് അതെനിക്ക് TVS തന്ന പണിയാണ്. TVS തന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ടീം തന്ന പണിയാണ്. അപ്പം അവരാദ്യം എന്നോട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അവർ എന്നോട് ആദ്യം പറഞ്ഞത് ഏകദേശം 3 ആഴ്ചൻ്റെ അടുത്ത് വണ്ടി അവിടെ വെച്ചത് കംപ്ലീറ്റ് ഊരി നോക്കി അതിനുശേഷം തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ പാർട്സ് മാറ്റണം എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി തിരിച്ച് തരുള്ളൂ എന്നാണ് ആദ്യം അവരെന്നോട് പറഞ്ഞത്. പക്ഷെ അവർ ഊരിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൊടുത്ത സമയത്താണ് ശരിക്കും അവർ വണ്ടി ഊരുന്നത്. സോ ഉള്ളിൽ എന്തൊക്കെയോ പാർട്സ് മാറ്റാനുണ്ട് എന്ന് പറഞ്ഞു. ആ മാറ്റാനുണ്ടെന്ന് പറഞ്ഞ റീസൺ ഞാൻ ഒന്നുകൂടി പറയാം. മേ ബി എനിക്ക് കിട്ടിയൊരു പണിയായിരിക്കും, അല്ല അവർ തന്ന ഒരു പണിയായിരിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ. റീസൺ, ഞാൻ വണ്ടി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഒരാഴ്ചൻ്റെ മേലെടുക്കും വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ അവരുടെ ടോപ്പ് ഹെഡിനെ വിളിച്ചു, ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു. സോ ഒരാഴ്ചനെ കൊണ്ട് വണ്ടി തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് വന്ന വിളി ഏകദേശം 5 പാർട്സ് എക്സ്ട്രാ വന്നു എന്നാണ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇത് ഏകദേശം എപ്പം? ഈ മാസം 9-ാം തീയതി. ഞാൻ കൊടുത്തത് 25-ാം തീയതിയാണ് വണ്ടി ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 8-ാം തീയതി 9-ാം തീയതി ആവാറായി. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത്ര ദിവസം 9-ാം തീയതിക്കുള്ളിൽ വണ്ടി പാർട്സ് എത്തും എന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. ഇന്നലെ വിളിച്ച സമയത്ത് അവർ എന്നോട് പറഞ്ഞത് ഏകദേശം 18-ാം തീയതി അല്ല 17-ാം തീയതിയാണ് പാർട്സ് എത്തുക. സോ വണ്ടി 17-ാം തീയതി പാർട്സ് എത്തിക്കഴിഞ്ഞാൽ 20, 22, 23 ആകുമ്പോഴത്തേക്ക് വണ്ടി തിരിച്ച് തരാമെന്നുള്ള ലെവലിലേക്കായി ഇപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇത്ര ഡിലേ? പാർട്സ് കിട്ടാഞ്ഞിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. പാർട്സ് കിട്ടാഞ്ഞിട്ട് പുതിയൊരു വണ്ടി അല്ലെങ്കിൽ ഓർഡറിനനുസരിച്ച് വണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് പാർട്സ് അവൈലബിലിറ്റി വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊല്ലങ്ങൾ മുന്നേ ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു പാർട്സ് അവൈലബിലിറ്റി വളരെ കുറവാണെന്നുള്ളത്. ഇതിപ്പം ന്യൂലി ലോഞ്ച്ഡ് ബൈക്കാണ്, ഇപ്പോഴും കമ്പനി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. കാരണം ബുക്കിംഗ് അനുസരിച്ചാണ് വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ചെയ്തിട്ട് വണ്ടിയുടെ പാർട്സ് അവൈലബിലിറ്റി വളരെ കുറവാണെന്ന് പറയുന്നത് എനിക്കിപ്പോഴും അവിശ്വസനീയമാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മേ ബി ഞാൻ പറഞ്ഞ പോലെ മേലെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പണിയായിരിക്കാം ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ TVS വണ്ടി എടുത്തോളൂ, നല്ല വണ്ടിയാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒന്ന് സർവീസ് ടീമിൻ്റെ സപ്പോർട്ട്, സർവീസ് ടീമിൻ്റെ ബിഹേവിയർ. നല്ല സർവീസ് ടീമാണോ, നല്ല ആൾക്കാരാണോ, നിങ്ങൾ ആ ഡീലർഷിപ്പ് പോയിട്ട് വണ്ടി എടുത്തോളൂ. രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറയുന്നു, സെയിൽസ് ടീമിൻ്റെ സ്വഭാവം. കാരണം എന്താ വെച്ചാൽ വണ്ടി എടുക്കുന്നവരെ ഭയങ്കര സോപ്പിംഗ് ആണ്. അതെല്ലാ ഡീലർഷിപ്പിലും, മിക്ക ഡീലർഷിപ്പിലും കണ്ടുവരുന്ന കാര്യം. വണ്ടി എടുക്കുന്നവരെ ഭയങ്കര സപ്പോർട്ടീവാണ്. വണ്ടി എടുത്ത് നമ്മൾ ആ റോഡിലെ വണ്ടി ഇറക്കി കഴിഞ്ഞ് ആ ഡീലർഷിപ്പ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചമാർ ഒരുമാതിരി കളിയാണ്. കാരണം നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ട് ഏകദേശം ഞാനിപ്പോൾ എനിക്ക് 2 മാസമായി ഇതുവരെ നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ല. അത് വേറൊരു കളി. എല്ലാം കൂടിയായിട്ട് സത്യം പറഞ്ഞാൽ ഡീലർഷിപ്പ് നോക്കി, ഡീലർഷിപ്പിൽ ആൾക്കാരുടെ സ്വഭാവം നോക്കി മാത്രം വണ്ടി എടുക്കുക. നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര സോപ്പിംഗ് ആയിരിക്കും സർവീസ് ടീമും, അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാം നിങ്ങളെ ഫേക്കാണ്. കാരണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രശ്നത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടീം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഞാൻ കൊടുത്തത് കോഴിക്കോടുള്ള പ്രിൻസ് മോട്ടോഴ്സിനാണ്. പ്രിൻസ് മോട്ടോഴ്സിൻ്റെ ഹെഡ് ആയിക്കോട്ടെ, അതിൻ്റെ സർവീസ് ഹെഡ് ആയിക്കോട്ടെ, ഈവൻ അതിൻ്റെ ഓണർ ആയിക്കോട്ടെ, എല്ലാവരും ഈക്വലി സപ്പോർട്ടഡ് ആണ്. ഭയങ്കര രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സീരിയസ്ലി ഞാൻ പറയാണ്. പക്ഷേ പ്രിൻസ് മോട്ടോഴ്സിൻ്റെ ചില നെഗറ്റീവ്സ് വരുന്നത് ഈ സ്റ്റാഫ് മുഖേനയാണ്. ഒന്ന് സർവീസ് ടീമും അതുപോലെ തന്നെ സെയിൽസ്മാനും. കാരണം പക്ക മോശം ടീമാണ്. ഞാൻ പറയുന്നു, അവരെന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഇറഗുലറായിട്ട് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു റെഗുലറായിട്ടുള്ള അപ്ഡേറ്റ് ഇല്ല, ഒരു റെഗുലറായിട്ടൊരു കസ്റ്റമറിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയുന്നില്ല. എന്താ പറയുക, എങ്ങനെയായാലും കുഴപ്പമില്ല, സംസാരിക്കുമ്പോൾ മാത്രം ഭയങ്കര സോപ്പിങ്, അങ്ങനെയാണ് സാർ ഇങ്ങനെയാണ് സാർ എന്നൊക്കെ ഭയങ്കര സോപ്പിങ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്താ പറയുക, നമ്മളോട് എന്തോ പക തീർക്കുന്ന പോലെയാണ്. ഐ ഡോണ്ട് നോ. അതുകൊണ്ട് TVS എടുക്കുന്ന സമയത്ത് ഇത് മാത്രം നോക്കുക. അത് ഏത് വണ്ടി ആയിക്കോട്ടെ, ഡീലർഷിപ്പിലുള്ള ആൾക്കാരുടെ സ്വഭാവം കൂടി ആഫ്റ്റർ ഡെലിവറി നിങ്ങൾക്ക് ഈ സപ്പോർട്ട് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഡീലർഷിപ്പ് പോയി വണ്ടി എടുക്കുക. അങ്ങനെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കണ്ട, വിട്ടേക്കുക.